ചാരിറ്റബിൾ ട്രസ്റ്റ് സ്പോൺസേഡ് പ്രോഗ്രാമായ ഇൻജോയ്ഡ് എന്ന പ്രോഗ്രാമിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്നത്തെ മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം. പേരെന്താ? അലീന. എവിടെ സ്ഥലം? കണ്ണൂർ. എന്ത് ചെയ്യുന്നു ഇപ്പോൾ? ഞാനിവിടെ റേസിൽ SSC കോച്ചിങ്. എൻ്റെ പേര് അശ്വതി, കൊല്ലം. ഞാനും കോച്ചിങ്. സജിത്ത്, ഇവിടുത്തെ ട്രിവാൻഡ്രം PSC കോച്ചിങ്. ശരി, PSC കോച്ചിങ്. വാട്ടർ പോളോ ഇന്ത്യൻ പ്ലെയറാണ്. ആണോ? വാട്ടർ പോളോ, സ്വിമ്മിങ് അല്ലേ? ഗെയിം. വെരി ഗുഡ്. ഫ്രണ്ട്സ് ആണോ നിങ്ങളെല്ലാവരും? വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയത്? ഇടയ്ക്കൊക്കെ വന്നിരിക്കും, എന്നോടാളൊക്കെ പറയല്ലേ. അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ഫേസ് ഒക്കെ കണ്ടിട്ട് അതുപോലത്തെ ആൻസറൊക്കെ എനിക്ക് തിരിച്ചും തരുമെന്ന് തോന്നുന്നു. അറിയാന്നുള്ള ആൻസർ 20 സെക്കൻഡിനുള്ളിൽ പറയണം. ആരാണോ കൂടുതൽ പറയുന്നവരാണ് ഈ പ്രോഗ്രാമിന്റെ ഇന്നത്തെ വിജയി. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. ഇങ്ങോട്ടൊക്കെ നമുക്ക് സ്വപ്നം കാണുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 ദൂരം ഉണ്ടെങ്കിലും വെള്ളം എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തു എന്താണ്? 2 ദൂരം ഉണ്ടെങ്കിലും വെള്ളം എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തു എന്താണ്? 2 ദൂരം ഉണ്ടെങ്കിലും വെള്ളം എടുക്കാൻ ഉപയോഗിക്കുന്ന വസ്തു. നമ്മൾ ബേക്കറിയിലൊക്കെ ഈ ഒരു സാധനം യൂസ് ചെയ്യും കൂടുതൽ. അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ഓക്കെ, എന്തുവേണമെങ്കിലും പറയാം. എഡിറ്റിലേക്ക് പോകാം. തിന്നാൻ പറ്റുന്ന നിറം ഏത്? ഓറഞ്ച്. ഇവിടെ നിന്നാണ് ആദ്യം വന്നത്. എല്ലാവർക്കും അപ്പൊ നിങ്ങൾ മത്സരിക്കണില്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ചൊടിയിലിടുന്ന വടിയുടെ പേരെന്ത്? ചൊടി എന്ന് പറയുമ്പോഴത്തേക്ക് അതെ, ചൊടിയിലിടുന്ന വടിയുടെ പേര് ലിപ്സ്റ്റിക്. കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കയ്യിലണിയാൻ പറ്റാത്ത വള ഏതാണ്? പവള. ഇവിടെ ഇത് റോബോട്ടാ. ഇപ്പൊ 3 ക്വസ്റ്റ്യൻ ആൻസർ ആയില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ പോകാം. ഒരിക്കലും വൃത്തിയാക്കാൻ പറ്റാത്ത പാത്രം ഏതാണ്? കഥാപാത്രം. കറക്റ്റ് ആൻസർ ആണ്. 4 ക്വസ്റ്റ്യന്റെ ആൻസറായി. ഞാനാണോ ഇത് പറയുന്നത് എന്ന് ആലോചിക്കില്ലേ? പാട്ട് പാടോ? വാട്ടർ പോളോ ഒന്നും ഇവിടെ കാണിക്കാൻ പറ്റൂലല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആരും ഇഷ്ടപ്പെടാത്ത സുഖം എന്താണ്? അസുഖം. കറക്റ്റ് ആണ്. നിങ്ങൾ ആരും മത്സരിക്കല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ജനസംഖ്യ. കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. സ്വന്തമായി കസേരയുള്ള മാൻ ഏത്? കസേരയുള്ള മാൻ പൊന്മാനാണോ? ചെയർമാൻ. കറക്റ്റ് ആൻസർ ആണ്. നിങ്ങളാരും മത്സരിക്കില്ലേ? നമ്മളൊക്കെ ആരൊക്കെ സമ്മാനം കിട്ടിയാലും നമ്മളത് പങ്കിട്ടെടുക്കും അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. തടി ലഭിക്കാത്ത ഒരു മരം ഏത്? തടി ലഭിക്കാത്ത ഒരു മരം. ഇത് പറയൂലല്ലോ. അല്ല. എന്താ പറഞ്ഞേ? ഭ്രമരോ? അതെന്താ സാധനം? ഭ്രമരം ആണോ ഉദ്ദേശിച്ചേ? അല്ല, അതൊക്കെ എന്തോ ആക്കാണെന്ന് പോലും അറിയാൻ വയ്യ. തടി ലഭിക്കാത്തൊരു മരം. ക്ലൂ തരാം. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഈ ഒരു മരം വരാറുണ്ട്. സമരം. കറക്റ്റ് ആൻസർ. ഇവിടെ അറിഞ്ഞത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ. ഇവിടെ പാട്ട് പാടുന്ന ആരും ഇല്ലല്ലോ. എല്ലാവരും കൂടെ ഒരുമിച്ചൊരു പാട്ട് പാടാൻ വല്ല ഉദ്ദേശമുണ്ടോ? മറ്റു പാട്ട് ഇറങ്ങാൻ പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഡോക്ടർ രോഗിക്ക് കൊടുക്കാത്ത ഒരു മരുന്നുണ്ട്. ഏതാണെന്ന് അറിയും? ബാക്കി എല്ലാ മരുന്നും ഡോക്ടർ രോഗിക്ക് കൊടുക്കണതാണല്ലോ. ഈ ഒരു മരുന്ന് മാത്രം കൊടുക്കത്തില്ല. കൊടുക്കും. മയക്കുമരുന്ന് കൊടുക്കും. അമ്പലങ്ങളിലൊക്കെ ഉപയോഗിക്കും. അമ്പലങ്ങളിൽ
വഴിപാടായി നമ്മൾ ചില പറഞ്ഞു കേട്ടാ ഗോമൂത്രം എന്താ ഗോമൂത്രം ഗോമൂത്രം അമ്പലം തമ്മിൽ എന്താ അമ്പലത്തിൽ എന്താ കൊടുക്കുക? അത് ഉറക്കണീറ്റതേ ഉള്ളതാണ് ഒരു ഉറക്കം ഉറങ്ങിയെന്നു നിവേദ്യോ അല്ല. അമ്പലത്തിൽ എന്താടാ കൊടുക്കാറ്? ചന്ദനം ചന്ദനം വരുന്ന ഡോക്ടർ രോഗിക്ക് കൊടുക്കാത്ത മരുന്ന് അമ്പലത്തിലുണ്ട് ഒരു വഴിപാടായിട്ടൊക്കെ. ഒരുപാട് ചക്രം ആ വഴിപാടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം അത് ഒരു മരുന്നാണത്. ഇപ്പൊ പറയും ഞാൻ പറ്റി പോവില്ല. വെടിമരുന്നാ? ആ, ഒരു മരുന്ന് കറക്റ്റ് ആൻസർ. ഓ മൈ ഗോഡ് 6 ദിവസത്തിന്റെ ആൻസറായി. വല്ല ഓർമ്മയുണ്ടോ? ഇല്ല. പേരെന്താ? അശ്വതി. അശ്വതി. അശ്വതിക്ക് സമ്മാനമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി അശ്വതിയാണ്. അശ്വതിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹോപകാരം. വെൽക്കം. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.